5 പേര് ജീവിച്ചിരിപ്പുണ്ട്. 5 പേരും ഈ സാധാരണ പണിക്കാര്. അവരെ കൊണ്ട് കൂടുതൽ നോക്കാനൊക്കെ ഇപ്പോഴത്തെ സാഹചര്യം വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 4-ാമത്തെ മോൻ്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കൊണ്ട് തന്നുകൊണ്ടിരുന്നത്. അവിടെയും അവർക്ക് പിള്ളേരും അവർക്ക് സ്കൂളിൽ പോകുന്ന അങ്ങനെ വരുമ്പോൾ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ യുവമാർ ജോലി ചെയ്യുന്ന ഉച്ചം കിട്ടുന്നതെങ്കിൽ അയച്ചു തരാമെന്നാണ് പറയുന്നത്. ഒരുത്തൻ നിലമ്പൂർ, ഒരുത്തൻ ഇപ്പം ബോംബെയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇവൻ്റെ ആ പണി കട കഴിഞ്ഞ് ഇനി 6 മാസം കണ്ട് കഴിയും അവൻ്റെ പൂർത്തിയാകാൻ. ഒരു മോനെ ഇളയ മകൻ ഈ ചാനൽ വർക്കല എറണാകുളത്ത്, അവനാ കൂടുതലും സഹായപ്പെട്ടു. ഇപ്പോൾ ഇവിടെ ഓട്ടം കഴിയുന്നില്ല, അവനൂടെ കണ്ടത്. അപ്പം അവനുമില്ല. വേറെ ഒരു മോനുണ്ടായിരുന്നു, ഒരു 3-ാമത്തെ മോൻ. എന്നെ വലിയ മയക്കുമരുന്നൊക്കെ വാങ്ങിച്ചു തന്നു. എൻ്റെ പേർക്ക് ഇച്ചിരി വസ്തു ഉണ്ടായിരുന്നു, അത് ഒപ്പിട്ട് വാങ്ങിച്ച് വിറ്റ് കാശാക്കി പോയി. പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് ഞാൻ എസ് ഐ വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു മാർഗ്ഗമില്ല, ഞാൻ കൂലിപ്പണിയാണ്, ഭാര്യയ്ക്ക് സുഖമില്ല, കുഞ്ഞിന് സുഖമില്ല, എനിക്കൊന്നും ചെയ്യാനൊക്കെയില്ല എന്നാൽ അവൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അങ്ങനെ ഒരു മോനല്ല പോലും ഈ ഭക്ഷണം കൊണ്ട് തന്നുകൊണ്ടിരിക്കുന്നു. ഇതാ എൻ്റെ സത്യാവസ്ഥ. കൈപിടിച്ച് നടത്തിയ മക്കൾ കൈവിട്ടപ്പോൾ അനാഥരായ മാതാപിതാക്കൾക്ക് കൈത്താങ്ങായി പത്തനാപുരം ഗാന്ധിഭവൻ. കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നിരപ്പത്ത് വാർഡിലെ 72 വയസ്സുള്ള മുഹമ്മദ് ഹനീഫ, ഭാര്യ 68 വയസ്സുള്ള സുൽത്താന ബേബി എന്നിവർക്കാണ് മക്കൾ ഉപേക്ഷിക്കപ്പെട്ടതോടെ ജീവിതം വഴിമുട്ടിയത്. കഴിഞ്ഞ 5 വർഷക്കാലമായി അസുഖം ബാധിച്ച് കിടപ്പിലായ മുഹമ്മദ് ഹനീഫയെ ഭാര്യയാണ് ശുശ്രൂഷിച്ചിരുന്നത്. എന്നാൽ ശാരീരിക അസ്വസ്ഥതകൾ കാരണം ഭർത്താവിനെ നോക്കാൻ കഴിയാതെ വന്നതോടെ ഇരുവരുടെയും ജീവിതം ദുരിതപൂർണമായി. സമീപവാസികളുടെ കാരുണ്യത്തിലാണ് ഇവർ ഭക്ഷണം വരെ കഴിച്ചിരുന്നത്. ഇരുവരുടെയും ദുരിതകഥയറിഞ്ഞ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പുനലൂർ പിങ്ക് പോലീസിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തുകയും വൃദ്ധ ദമ്പതിമാരെ കാണുകയും ചെയ്ത പിങ്ക് പോലീസ് സംഭവം പത്തനാപുരം ഗാന്ധിഭവന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം മാനേജിംഗ് ഡയറക്ടർ ബി ശശികുമാർ, പേഴ്സണൽ ചീഫ് മാനേജർ കെ സാബു എന്നിവരുടെ സാന്നിധ്യത്തിൽ ആരോഗ്യ പ്രവർത്തകരെത്തി ഇരുവരെയും ഏറ്റെടുത്തു. കരവാളൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിലെ നിരപ്പത്ത് ലക്ഷം വീട് ഭാഗമാണ്. അവിടെ മുഹമ്മദ് ഹനീഫ, സുൽത്താൻ ബീവി ഇവർ 2 പേരും സുഖമില്ലാത്ത അവസ്ഥയിൽ. ഇപ്പം മുഹമ്മദ് ഹനീഫ ഏതാണ്ട് 4 വർഷത്തോളമായിട്ട് പാലിയേറ്റീവ് അവസ്ഥയിലാണ്, സ്വന്തമായിട്ട് നടക്കാൻ പറ്റാത്ത രീതിയാണ്. അപ്പം സുൽത്താൻ ബീവി ആയിരുന്നു പരിചരിച്ചുകൊണ്ടിരുന്നത്. സാമ്പത്തികമായിട്ട് ചിലവിന് പോലും നിവർത്തിയില്ല. മക്കളെല്ലാവരും പല സ്ഥലങ്ങളിലാണ് താമസം. അപ്പോൾ ഉള്ളവരാരും യഥാസമയം നോക്കുകയോ അല്ലെങ്കിൽ പരീക്ഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടും ഇത്രയും നാൾ അവരിവിടെ കഴിഞ്ഞു. പക്ഷേ ഇപ്പം 2 പേർക്കും വയ്യാതായ സ്ഥിതിക്ക് മലമൂത്ര വിസർജനം പോലും നടത്താൻ പറ്റുന്നില്ല. കാരണം മറ്റേത് ഭാര്യ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും അതൊരു വലിയ വിഷയമായിട്ട് നാട്ടുകാരെല്ലാവരും, കാരണം എല്ലാവരും ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കും, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് തന്നെ അടുത്തുള്ള പയ്യന്മാരാണ്. അവർ ഓട്ടോ വിളിച്ച് കയറ്റി ഇരുത്തിയൊക്കെയാണ് ട്യൂബ് മാറാനും ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുറേ നാളുകൊണ്ട് ഞങ്ങളെല്ലാവരും അതും അനുസരിച്ച് മുമ്പോട്ട്. പക്ഷേ ഇനിയിപ്പം 2 പേർക്കും ഈ അവസ്ഥയായപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മക്കളെയൊക്കെ വിളിച്ചു, അവർക്കെല്ലാവർക്കും വന്ന് നോക്കാനുള്ള അസൗകര്യമാണ്. ആരും ഇവിടെ കൂടെ നിൽക്കാനോ ഇവരെ നോക്കാനോ ഉള്ള മനസ്സ് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ പോലീസുമായിട്ട് ആദ്യം ബന്ധപ്പെട്ടു, ഗാന്ധിഭവനിലും ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ദിവസം കൊണ്ടുപോകാം എന്നുള്ള അവിടം വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും മക്കളെല്ലാവരും വന്നു. എല്ലാവരും ഫോൺ ചെയ്തപ്പോൾ അവർ തന്നെ ഓരോരുത്തരും മാസം തോറും ചിലവിന് കൊടുക്കാം, ഒരാൾ വന്ന് നോക്കാം, ഒരാൾ പൈസ അയച്ചു കൊടുക്കാം, അങ്ങനെയൊക്കെ അവരുടെ അഭിപ്രായത്തെ മാനിച്ച് വീണ്ടും ഇപ്പം 5-6 മാസം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പം ഇനി യാതൊരു മാർഗ്ഗവും ഇല്ല. ആ അവസ്ഥയിലാണ്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിച്ചു, മക്കളെല്ലാം വിളിച്ച് സംസാരിച്ചു. അവർക്കെല്ലാം അന്നേരം ഈ ബുദ്ധിമുട്ട് കാരണം അവരെന്നില്ലാതെ സമ്മതിച്ചിട്ടുണ്ട്, ആരും എതിര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവർ
നമ്മുടെ ഗാന്ധി ഭവനിൽ ഏറ്റെടുത്ത് കൊണ്ടുപോകണമെന്ന് നമ്മുടെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് ഗാന്ധി ഭവൻ്റെ എല്ലാ ആളുകളും ഭാരവാഹികളും മൊത്തം പേരും വരികയും അത് സഹകരിക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഒരു പരസഹായം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവർക്ക് ഒരു ആശ്രയം എന്ന രീതിയിൽ നമ്മുടെ ഒട്ടനവധി പേര് അവിടെ ഉണ്ട്, നമുക്കറിയാം, നേരിട്ട് ബോധ്യമുള്ളതാണ്. ഇപ്പം അച്ഛനും അമ്മയും സംരക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് മക്കൾക്ക്. ഭാവിയിൽ ഇങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാവർക്കും വലിയ വിഷമമുണ്ട്, പക്ഷേ അവസ്ഥ ഇതായിപ്പോയി. അപ്പം ആ നേതൃത്വം ഏറ്റെടുത്ത് അവരെ പരിചരിക്കുന്നതിന് സന്മനസ് കാണിച്ച ഗാന്ധി ഭവന് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. അതിന് ബന്ധപ്പെട്ട നമ്മുടെ പിങ്ക് പോലീസുണ്ട്, ഗാന്ധി ഭവൻ്റെ ഭാരവാഹികളുണ്ട്, നമ്മുടെ മുൻ RDO നമ്മുടെ ശശിസാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും നാട്ടുകാരുടെ സഹകരണം നല്ല രീതിയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ വരെ എത്താൻ സഹായിച്ചത്. തുടർന്ന് അങ്ങോട്ട് അവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കരവാളൂർ പഞ്ചായത്തിലെ നിരപ്പത്ത് എന്ന സ്ഥലത്ത് മക്കളാരും സംരക്ഷിക്കാൻ തയ്യാറല്ലാതെ 5-6ഓളം മക്കളുണ്ട്, എങ്കിലും അവരാരും സംരക്ഷിക്കാൻ തയ്യാറല്ലാത്ത ഒരവസ്ഥയിൽ കാണപ്പെട്ട വൃദ്ധ ദമ്പതികളായ ഹനീഫ, സുൽത്താൻ ബീവി എന്നീ 2 പേരെ നമ്മൾ പഞ്ചായത്ത് മെമ്പറും മറ്റ് നമ്മളെ അറിയിച്ച പ്രകാരം നമ്മളിവിടെ വന്ന് നോക്കുകയും ഗാന്ധി ഭവനിൽ നമ്മൾ റിപ്പോർട്ട് കൊടുക്കുകയും എല്ലാം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തുകാരും ഗാന്ധി ഭവനും എല്ലാം കൂടെ ചേർന്ന് ആ വൃദ്ധ ദമ്പതികളെ സംരക്ഷിക്കാൻ ഏൽക്കാം എന്ന് പറഞ്ഞ് അവരിപ്പം വന്ന് അവരെ കൊണ്ടുപോവുകയാണ്. ആ വൃദ്ധ ദമ്പതിയിലെ ആ അച്ഛന് വളരെ കാലിനൊന്നും വളരെ സ്വാതന്ത്ര്യക്കുറവും മറ്റുമൊക്കെ ഉള്ള ഒരു രോഗിയാണ്, കടപ്പ് രോഗിയാണ്. അമ്മയും അതേപോലെ മാനസിക നിലയിലും അല്പം വ്യത്യാസമൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. എങ്കിലും അവരെ ഗാന്ധി ഭവൻ ഏറ്റെടുക്കുകയാണ്. പഞ്ചായത്തിലെ 6-ാം വാർഡിലെ മുഹമ്മദ് ഹനീഫ, സുൽത്താൻ ബീവി ഈ ദമ്പതികൾ കഴിഞ്ഞ 4 വർഷക്കാലത്തോളമായി മുഹമ്മദ് ഹനീഫ ഏകദേശം പാലിയേറ്റീവ് കെയർ രീതിയിലും അവരുടെ ഭാര്യ സുൽത്താൻ ബീവിയും പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്, അത് പുനലൂർ പിങ്ക് പോലീസിൻ്റെയും നമ്മുടെ ബഹുമാന്യായ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെയും റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഗാന്ധി ഭവൻ ഈ 2 അച്ഛനെയും അമ്മയും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അതിൻ്റെ ചടങ്ങിൽ ഗാന്ധി ഭവൻ്റെ PCM സാബു, മറ്റ് ഹെൽത്ത് സ്റ്റാഫുകൾ, ഗാന്ധി ഭവൻ്റെ എല്ലാവരും ഉണ്ട്. ഞങ്ങളിവരെ ഏറ്റെടുത്ത് ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.